ഹായ് ഹലോ. സമയം രാവിലെ 5:35 5:40 ആയിട്ടുള്ളൂ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് എവിടെ പോകാമെന്ന് നിങ്ങൾ ചിന്തിക്കും. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ എമ്പുരാൻ കാണാനായിട്ട് പോവാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗ് എടുക്കാമെന്ന് വെച്ച് ഷട്ടയും അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചു കേട്ടോ. കണ്ടിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അപ്പോൾ നമ്മൾ പത്തനാപുരത്താണ് കാണാനായിട്ട് പോകുന്നത്. ഞാൻ, ചേട്ടായി, കിച്ചു, ജിജീഷ് ചേട്ടൻ, പിന്നെ അപ്പുറത്ത് ഉണ്ണിച്ചേട്ടൻ, നമ്മൾ ഇത്രയും പേരുടെ പോകുന്നത്. അല്ലെങ്കിലും എവിടെയെങ്കിലും പോകേണ്ട ദിവസമേ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് ഉറക്കം വരുന്നൊരു ദിവസമായിരുന്നു. മാത്രമല്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ വയറ്റിൻ്റെ ഒരു അസ്വസ്ഥതയും തോന്നും. അതെന്താണെന്ന് അറിയത്തില്ല. 5 മണി ആ ഒരു ടൈമിലൊക്കെ എഴുന്നേറ്റ വയറിനൊരു സുഖം കാണത്തില്ലെന്ന്. അപ്പോൾ നമുക്ക് പോകുന്ന വിശേഷങ്ങളും സിനിമയുടെ കാര്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാട്ടോ. ചോദിച്ചാൽ അപ്പോൾ രാവിലെ പോകാനായിട്ട് കിച്ചു ഉണ്ടായിരുന്നു. കിച്ചു വീട്ടിലോട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ചന്ദ്രനെ കാണാൻ നല്ല രസമില്ലേ. അപ്പോൾ നമ്മൾ ജിജീഷേട്ടനെ കൂട്ടാനായിട്ട് മലയിലോട്ട് പോയി. ജിജീഷേട്ടൻ പല്ലും തേക്കാതെ കുളിക്കാതെ ഈ സൗണ്ട് കേൾക്കാൻ ജിജീഷേട്ടൻ്റെ പുറയിലിരിപ്പുണ്ട്. നമ്മൾ ഉറക്കത്തിൽ നിന്നാണ് ജിജീഷേട്ടനെ വിളിച്ച് എഴുന്നേപ്പിച്ച് വന്നത്. അപ്പോൾ ഈ ആശീർവാദിൻ്റെ അവിടുത്തെ ഫസ്റ്റ് ഫിലിമാണ്. ഫസ്റ്റ് ടൈമാണ് അവിടെ ഫസ്റ്റ് ഫിലിം കേട്ടോ. അപ്പോൾ നമുക്ക് വന്ന് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇതിൻ്റെ ഫുൾ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ആ ഫ്ലോറിൽ മാത്രം എല്ലാം കഴിഞ്ഞു. ബാക്കിയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ഏകദേശം സമയം ഒരു 6 മണി ആയപ്പോഴത്തേക്കും വന്നു. പക്ഷേ വണ്ടി ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ കാർ ചെറുതായിട്ടൊന്ന് ഉരഞ്ഞിട്ടുണ്ട് സിനിമ കാണാൻ വന്നതിൻ്റെ ഓർമ്മയ്ക്ക്. അത് ചെറിയൊരു ഒരച്ചിലാണ് എങ്കിലും ചേട്ടായിക്ക് ഇത് വലിയ ഒരച്ചിലായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ലേറ്റായെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ സിനിമ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മളകത്ത് കയറിയിട്ടോ. ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് ബാക്കി ഞാനിങ്ങനെ റിവ്യൂ പറയുന്നുണ്ട്, നിങ്ങൾ കണ്ടോ കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെയാണ് പാർക്ക് ചെയ്ത്. അത്യാവശ്യം നല്ല പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ചത് എനിക്കൊന്ന് ഓൾമോസ്റ്റ് എല്ലാം ഫുള്ളായിട്ട് തന്നെയായിരുന്നു. അത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ജിജീഷേട്ടൻ കുളിക്കാതെ ഒന്നുകൊണ്ട് മാറി കിടക്കും കേട്ടോ. നിങ്ങളാരും കുളിക്കാത്തവരാവോ? അങ്ങനെ നമ്മളോട് അവർ പറഞ്ഞ് ലിഫ്റ്റിൽ കയറി പോവാന്ന്. പക്ഷേ ലിഫ്റ്റിൽ കയറാതെ നമ്മൾ ആ ഒരു ഇതിന് സ്റ്റെപ്പ് കയറാനായിട്ട് പോയി. പക്ഷേ സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് ലിഫ്റ്റിൽ പോയാൽ മതിയായിരുന്നു എന്ന്. അപ്പോൾ ഇതാട്ടോ, കുറേ നമ്മളൊരു കെട്ടിടം പണിതിട്ടേ കുറേ ഇടം കൊള്ളാതെ അടിപൊളി ഒരു സ്ഥലത്തോട്ട് ചെല്ലുമ്പോൾ ഒരു ഫീൽ കാണത്തില്ല. എനിക്ക് അങ്ങനെയൊക്കെ ഭയങ്കര ഫീൽ തോന്നാറുണ്ട് കേട്ടോ. ആ ഒരു ഫീൽ എനിക്ക് ഇവിടെയും വന്നപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ഫിലിമാണ്. നമുക്ക് കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. ജോലിക്ക് പോവാതെ വന്നിരിക്കുക. ബാങ്കിൽ പോകേണ്ട ആളാ. റിവ്യൂ പറയുന്നോ? ഫസ്റ്റ് ഹാഫ് കണ്ട കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ലൂസിഫർ കണ്ട അതേ ക്യൂരിയോസിറ്റിയിൽ ഫസ്റ്റ് ഹാഫ് നമുക്ക് കാണാൻ പറ്റേ. ഫസ്റ്റ് ഹാഫ് നമുക്ക് അതേ ക്യൂരിയോസിറ്റിയിൽ കാണാൻ പറ്റും. അതിലും കൂടുതൽ ക്യൂരിയോസിറ്റിയിലിരുന്ന് കാണാൻ പറ്റും കേട്ടോ. ഫസ്റ്റ് ഹാഫ് കണ്ട് അടിപൊളിയായിട്ടുണ്ട്. ബാക്കി നോക്കാം. ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം കേട്ടോ പറഞ്ഞ്. മറ്റുള്ളവർ ആരും എനിക്കറിയത്തില്ല. എനിക്ക് കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ട് തോന്നി. നമ്മൾ ലൂസിഫർ കണ്ടില്ലേ, അതിലും ക്യൂരിയോസിറ്റി എനിക്ക് തോന്നി എമ്പുരാൻ കണ്ടപ്പോൾ കേട്ടോ. അതിലും ക്യൂരിയോസിറ്റിയിൽ ഓരോ ഷോട്ടും എന്നാ അടിപൊളിയാണെന്ന് അറിയാമോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ റിവ്യൂ കാര്യങ്ങളൊന്നും പറയാൻ അറിയത്തില്ല. എങ്കിലും രോമാഞ്ചം വരത്തില്ലേ, അതേപോലത്തെ അടിപൊളി. ഫസ്റ്റിനേക്കാളും ഒരു പടി മുന്നേ, ഒന്നല്ല ഒത്തിരി മുന്നേ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അത്ര അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ എന്തോ ഭയങ്കര സൗണ്ട്, എന്താണെന്ന് അറിയത്തില്ല. സമയം 9:30 ആയിട്ടോ. ഇവിടെ എന്തോ കൊട്ട് അങ്ങനെയുള്ള സംഭവം. അപ്പം നമ്മൾ സിനിമ ഫുള്ള് കണ്ടേ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഓരോ ഇത് കഴിയുമ്പോഴും ആ ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അടുത്ത എന്താ ഓരോ സീൻസ് ആണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പേഴ്സണൽ റിവ്യൂ പറയുകയാണെങ്കിൽ എനിക്ക് മറ്റേതിനേക്കാളും കുറച്ചുകൂടെ ക്യൂരിയോസിറ്റി തോന്നി കണ്ടിരിക്കാനായിട്ട്. ഇതെൻ്റെ പേഴ്സണൽ റിവ്യൂ ആണ്. കിച്ചു പറയുന്ന ലാഗാണ്, കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു എന്ന്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. എല്ലാം പേഴ്സണലാണ്.
ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് അതെ സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. എനിക്കതിലെ എല്ലാ സീൻസും, കാരണം ഒരു സീൻ കഴിഞ്ഞ് അടുത്ത സീൻ നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നോക്കിയിരിക്കും നെക്സ്റ്റ് എന്താണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സിനിമയെക്കുറിച്ചുള്ള ജെന്യുവിൻ റിവ്യൂ. വിശക്കുന്ന കേട്ടോ. സമയം ഇപ്പോൾ ഏകദേശം 9:30 അപ്പോൾ ഈ ആശീർവാദിൻ്റെ ഇവിടെ ഫസ്റ്റ് ഫിലിമാട്ടോ, ഫസ്റ്റ് ഡേ ആയിരുന്നു ഫിലിം. അതിൻ്റെ ആട്ടോ ഈ കൊട്ടും കുരവയൊക്കെ കേൾക്കുന്നത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും തിയേറ്ററിൽ തന്നെ പോയിരുന്ന് വാച്ച് ചെയ്യാം കേട്ടോ, എങ്കിലേ ആ ഒരു ഫീൽ കിട്ടത്തുള്ളേ. പണ്ട് തിയേറ്ററിൽ പോകാത്ത ഞാനാ നിങ്ങളോട് ഇതൊക്കെ പറയുന്നത്. സത്യം, നിങ്ങൾ തിയേറ്ററിൽ പോയിരുന്ന് കണ്ടാലേ നിങ്ങൾക്ക് ആ ഒരു ഫീൽ കിട്ടും. അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചേട്ടയുടെ റിവ്യൂ ചോദിക്കാം. റിവ്യൂ പറഞ്ഞേ ചേട്ടൻ. കൊള്ളാൻ കുഴപ്പമില്ല, അത്രേ ഉള്ളല്ലേ. ഇയാളുടെ റിവ്യൂ പറയണേ. ഉണ്ണിച്ചാൻ ഇഷ്ടപ്പെട്ടില്ല. ഉണ്ണിച്ചാനും വാറോസാ ഇഷ്ടം. എനിക്ക് ഇഷ്ടപ്പെട്ടടാ സെക്കൻഡ് ഹാഫ്. ഹലോ